ഇടത് ക്യാമ്പിൽ നിന്നും CITU നേതാക്കളിൽ നിന്നും വന്ന പ്രതികരണമൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. ആശാ വർക്കർമാരുടെ സമരത്തെ ഏതൊക്കെ രീതിയിലാണ് അധിക്ഷേപിച്ചത്. ഈർക്കിൽ സംഘടന എന്നും പാട്ട പിരിക്കുന്നവർ എന്നും പിന്നെ എന്തൊക്കെയാണ് പറഞ്ഞതെന്നുള്ളത് നിങ്ങൾക്കറിയാം. അപ്പോൾ അതിനെയാണ് ഞാൻ പറഞ്ഞത്, ജനാധിപത്യപരമായിട്ടല്ല ഈ സമരത്തെ ആദ്യം നേരിട്ടത് എന്ന്, ജനാധിപത്യപരമായ രീതിയിലല്ല എന്ന്. ശരി, ഷിബു മീരാൻ, UDF-ന്റെ കാലത്ത് കൂട്ടാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ LDF സർക്കാരുകൾ പല ഘട്ടങ്ങളിലായി പരിഗണിച്ചിട്ടുള്ളത്. മറുപടി. തീർച്ചയായും സ്മൃതി, ഇപ്പോൾ ഇന്ന് നടന്നിട്ടുള്ള ചർച്ച ഞാൻ നേരെ ആദ്യം സ്മൃതിയുടെ ചോദ്യത്തിന് മറുപടി പറയാം, പിന്നീട് മറ്റു ചില കാര്യങ്ങൾ കൂടി എന്നെ പ്രതികരിക്കാൻ അനുവദിക്കണം. ഇപ്പോൾ UDF-ന്റെ ഗവൺമെൻറ് നമുക്കറിയാം, കേരളത്തിൽ അവസാനമായി ഒരു UDF ഗവൺമെൻറ് ഉണ്ടായിരുന്നത് ഏതാണ്ട് 10 വർഷം മുൻപാണ്. 10 വർഷം മുൻപ് ആ ഗവൺമെൻറ് കാലാവധി പൂർത്തിയാകുമ്പോൾ, അതായത് 2016-ൽ 2007 ആരംഭിച്ചൊരു 9 വർഷക്കാലമാണ് ഉമ്മൻചാണ്ടി മന്ത്രിസഭയുടെ കാലാവധി തീരുന്നവരെ ആശമാർ കേരളത്തിൽ പ്രവർത്തനം നടത്തിയത്. അതിൽ 4 വർഷക്കാലം കേരളത്തിൽ ഉണ്ടായിരുന്നത് VS അച്യുതാനന്ദൻ്റെ ഗവൺമെൻറ് ആയിരുന്നു. നമുക്ക് ആ നാൾ വഴി പരിശോധിക്കാം. ഈ ഗവൺമെൻറ് പിന്നെ VS അച്യുതാനന്ദൻ്റെ ഗവൺമെൻറ് കാലത്ത് ഈ പദ്ധതി വരുന്നു. അപ്പോൾ അവർ കൊടുക്കുന്ന ഒരു ഉത്സവ ഭത്തയോ മറ്റോ ആണ്. പിന്നീട് ആ ഗവൺമെൻറ്റിൻ്റെ 2010-ലോ മറ്റോ ഇവർക്കൊരു പ്രതിമാസ ഓണറേറിയം എന്ന നിലക്ക് 300 രൂപ തീരുമാനിക്കുന്നു. എന്നാൽ ഇവരത് കൊടുക്കുന്നില്ല. ഞങ്ങളുടെ ഗവൺമെൻറ് 2011-ൽ അധികാരത്തിൽ വരുമ്പോൾ ഞങ്ങളുടെ വക ഒരു 200 കൂടി വർദ്ധിപ്പിച്ച് 500 ആയത് വിതരണം ചെയ്യുന്നു. ആ ഗവൺമെൻറ്റിൻ്റെ കാലാവധി പൂർത്തിയാകുമ്പോൾ ശരിയാണ്, ഇവർക്ക് 1000 രൂപയെ സാലറി ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അന്നും ഇന്നും തമ്മിലുള്ള ഇവരുടെ ഒരു ജോലിയുടെ സ്വഭാവത്തിലുള്ള വ്യത്യാസം നമ്മൾ പരിഗണിച്ചു പോകണം. ഈ പദ്ധതി ഇംപ്ലിമെൻ്റ് ചെയ്യുന്നൊരു ഘട്ടത്തിലായതുകൊണ്ട് ജോലി ഭാരം കുറവായിരുന്നു. സ്വാഭാവികമായും മറ്റ് വരുമാന മാർഗ്ഗങ്ങളൊക്കെ തേടാൻ കഴിയുന്ന സാധ്യതകൾ ആശമാരുടെ മുന്നിലുണ്ടായിരുന്നു. അന്നത്തെ നമ്മുടെ ഒരു ജീവിത തെളിവ് അന്നിപ്പോൾ സിമ്പിളായിട്ട് ആലോചിച്ചാൽ മതി. ഇവർ ആശ ഒരു ദിവസം ചുരുങ്ങിയത് 1 ലിറ്റർ പെട്രോൾ അടിക്കുന്നു ഈ വാർഡ് മുഴുവൻ കറങ്ങാൻ. അന്ന് 1 ലിറ്റർ പെട്രോളിന് 60 ഉറുപ്പികയുള്ളൂ, ഇപ്പോൾ 105 ആയി. ഈ വ്യത്യാസം സംഭവിച്ചിട്ടുണ്ട്. ഇനി അതവിടെ നിൽക്കട്ടെ. 2016-ൽ ഇവർ വരുന്നു, 2021-ൽ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു. ഇന്നിപ്പോൾ ചർച്ചയ്ക്ക് ശേഷം ആരോഗ്യമന്ത്രി പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇവരിങ്ങനെ ഒറ്റയടിക്ക് 3 ഇരട്ടിയൊക്കെ ശമ്പളം വർദ്ധിപ്പിക്കാൻ പറഞ്ഞാൽ ഞങ്ങളിത് എവിടെ നിന്നെടുത്ത് വർദ്ധിപ്പിക്കാനാണ്? ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ഇവർക്കൊരു ബേജാറില്ലേ? ഇവിടുത്തെ പ്രശ്നങ്ങൾ ഇവർക്ക് അറിയില്ലേ എന്ന മട്ടിലാണല്ലോ ഇന്ന് ആരോഗ്യമന്ത്രി. ഞാൻ ചോദിക്കട്ടെ സ്മൃതി, 2021-ൽ ഈ പ്രകടന പത്രിക പുറത്തിറക്കുമ്പോൾ അതിൽ ഈ ആശമാർക്ക് ഞങ്ങൾ 21,000 രൂപ വെച്ച് കൊടുത്തേക്കാം എന്ന് പറയുമ്പോൾ കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രിക്കും കേരളത്തിലെ LDF-നും ഈ പറയുന്ന 3 ഇരട്ടിയുടെ 5 ഇരട്ടിയുടെ പ്രശ്നമൊന്നും അന്നുണ്ടായിട്ടില്ലല്ലോ. ഇപ്പൊ പ്രകടന പത്രികയിലെ പൂർത്തിയാക്കാൻ ഇനി ഒരു വർഷം കൂടിയുണ്ട്, അടുത്ത വർഷം നോക്കാം. അടുത്ത വർഷം പൂർത്തിയാക്കാമെന്നല്ലോ ഗവൺമെൻറ് അധികാരത്തിലിരിക്കുന്ന ഘട്ടത്തിൽ എന്നാണല്ലോ സ്മൃതി പ്രകടന പത്രികയുടെ അർത്ഥം. അടുത്ത വർഷം ഇവരൊരു ബജറ്റ് അവതരിപ്പിച്ചാൽ ആ ബജറ്റ് ഒരു ഇടക്കാല ബജറ്റിലെ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പിന്നെ 2 മാസം കഴിഞ്ഞ് സംസ്ഥാനം പോകുമ്പോൾ ഇവർ പ്രഖ്യാപിച്ചിട്ട് എന്താ കാര്യം? ഇത് ഈ BJP പറയുന്നൊരു പണിയുണ്ടല്ലോ, അതിന് ചുനാവി ജുംല എന്നാണ് പറയുക. നിങ്ങളെ അക്കൗണ്ടിൽ 15 ലക്ഷം കൊടുക്കാമെന്ന് പറഞ്ഞില്ലേ എന്ന് ചോദിച്ചപ്പോൾ പണ്ടൊരിക്കൽ അമിത്ഷാ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ ചുനാവി ജുംലയല്ലേ, അതൊക്കെ നിങ്ങൾ എന്തിനാ സീരിയസ് ആയിട്ട് എടുക്കാൻ പോകുന്നത് എന്ന മട്ടിൽ ഈ 21,000 രൂപയുടെ വാഗ്ദാനവും ഒരു ചുനാവി ജുംലയായിരുന്നു. ഇനി ഒരു ചർച്ചയുടെ എണ്ണമാണ്. ഇപ്പോൾ ഞങ്ങൾ 4 വട്ടം ചർച്ച നടത്തിയിരിക്കുന്നു. ഇന്ന് ആരോഗ്യമന്ത്രി പറയുകയാണ് 11:30-യുടെ ഒരു മീറ്റിംഗ് കൂടി ഒഴിവാക്കിയിട്ടാണ് 1 മണിക്കൂർ 40 മിനിറ്റ് ഞാൻ ഇവരെ കേട്ടത് എന്നാണ്. എന്തോ വലിയ ഔദാര്യം ചെയ്യുന്ന മട്ടിലാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു സമരത്തിൻ്റെ ഭാഗമായി തൊഴിലുടമയും തൊഴിലാളികളും ഒരു ചർച്ച നടക്കുമ്പോൾ ഈ ചർച്ചയ്ക്കിരിക്കുന്ന തൊഴിലുടമയുടെ അല്ലെങ്കിൽ ഈ പറയുന്ന ലേബർ ഡോണറുടെ ഒരു മാനസികാവസ്ഥ, അവരുടെ ആറ്റിറ്റ്യൂഡ് വളരെ പ്രധാനമാണല്ലോ. ഇവരാകെ 26,400 പേരല്ലേ ഉള്ളൂ. ഇന്നലെ CPM-ന്റെ പാർട്ടി സെക്രട്ടറി പറയാണ് ഈ കൂട്ടത്തിലുള്ളത് മുഴുവൻ SDPI-ക്കാരാണ്, ജമാഅത്തെ ഇസ്ലാമിക. അവിടെ ഈ കേന്ദ്രത്തിൻ്റെ പണിയാണെന്നേ. അവർ തീവ്രവാദികൾ എന്ന വാക്കാണ് ഉപയോഗിക്കുക. ഇവർ ഈ സമരക്കാരെ അധിക്ഷേപിക്കാൻ ഉപയോഗിക്കുന്നത് ഈ SDPI-യുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെ പേരാണ്. അപ്പോൾ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇവർ ഇപ്പം ഞാൻ ചോദിക്കട്ടെ, കേന്ദ്രത്തിൻ്റെ ഒരു കാര്യം ഇപ്പം ഇന്നൊന്നും ഇവർ പറഞ്ഞു കണ്ടില്ല. കേന്ദ്രത്തിൽ നിന്നെന്തോ കൊട്ടപ്പടി കിട്ടാനുണ്ട് എന്നാണ്. സുവർണാവസരം ലഭിച്ചില്ലേ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക്? അദ്ദേഹത്തിൻ്റെ ഒരു സീനിയോറിറ്റി പരിഗണിച്ചതാ കേന്ദ്ര ധനകാര്യമന്ത്രി അദ്ദേഹത്തെ ഇങ്ങോട്ട് വന്ന് കണ്ടിരിക്കുന്നു എന്നാണല്ലോ ഇന്ന് ജോൺ ബ്രിട്ടാസ് പറഞ്ഞത്. ഇതല്ലാത്ത ബാക്കി വിഷയങ്ങളൊക്കെ സംസാരിച്ചു. എന്താ ഇവരുടെ കാര്യം അവിടെ അവതരിപ്പിച്ചില്ല? അപ്പോൾ ഇവരുടെ സമരത്തോടുള്ള മനോഭാവം വളരെ കൃത്യമാണ്. ഒന്ന്, ഇവരെ തീവ്രവാദികൾ എന്ന് വിളിക്കുക, സംസ്ഥാന ദ്രോഹികൾ എന്ന് വിളിക്കുക. രണ്ടാമത്തേത്, ഇവരാവശ്യപ്പെടുന്ന മിനിമം കൂലി എന്ന ആവശ്യത്തോട് മുഖം തിരിഞ്ഞു നിന്നുകൊണ്ട് ഒരു 3 ഇരട്ടി വർധനയൊന്നും ഇപ്പം സാധ്യമല്ല എന്ന് പറയാം. എന്ന് വെച്ചാൽ 2021-ലെ പ്രകടന പത്രികയിൽ പറഞ്ഞ വാക്ക്, ആശമാർക്ക് കൊടുത്ത വാക്ക് പാലിക്കാൻ കേരളത്തിലെ ഗവൺമെൻറ് തയ്യാറല്ല എന്ന പ്രഖ്യാപനമാണ് ഇന്ന് യഥാർത്ഥത്തിൽ വീണ ജോർജ് നടത്തിയിട്ടുള്ളത്. അങ്ങേയറ്റം ധിക്കാരപരമായ ഒരു സമീപനം
സമീപനമാണിത്. ശരി, 21,000 കൊടുക്കാൻ കഴിയില്ല, അവിടെ ഉണ്ടല്ലോ സ്മൃതി ഒരു നെഗോഷിയേഷൻ. ഇവർക്ക് കൂട്ടി കൊടുക്കാൻ കഴിയുന്ന ഒരു തുക ഇവർ കൂട്ടി കൊടുക്കണ്ടേ? ഇവർ പറഞ്ഞ വാക്കാണല്ലോ, അത് നടത്താൻ ഇവർക്ക് എന്താ ഒരു പ്രയാസമുള്ളത്? 1,000 രൂപ ഇവരുടെ ശമ്പളം വർദ്ധിച്ചാൽ ഇവർ 26,000 പേരല്ലേ, ഒരു മാസം 26 കോടിയെ കണ്ടെത്തേണ്ടു, ഒരു വർഷം 150 കോടിയിൽ 1000 രൂപ നമുക്ക് ഇവർക്ക് കൂട്ടി കൊടുക്കാൻ കഴിയും. അത് കൊടുക്കരുതാത്ത എന്ത് സാമ്പത്തിക പ്രതിസന്ധിയാണ് കേരളത്തിനുള്ളത്? ആശുമാർ ചോദിക്കുന്നത് ന്യായമല്ല. ഇവരുടെ സമരം ആരംഭിച്ചതിന് ശേഷമല്ലേ PSC-കാർക്ക് KV തോമസിന് വാരിക്കോരി ഇവർ ചെലവാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ധൂർത്തിന് മുഴുവൻ പണമുണ്ട്. ഈ പാവപ്പെട്ട മനുഷ്യർ, രണ്ടാം പിണറായി സർക്കാർ ഏറ്റവും മേനുപൂർവ്വം പറഞ്ഞ കോവിഡ് പ്രതിരോധ കാലത്ത് നമ്മളൊക്കെ വീട്ടിൽ അടച്ചുപൂട്ടിയിരുന്നപ്പോൾ, ഈ കേരളം നിശ്ചലമായപ്പോൾ, ഈ കേരളത്തിൻ്റെ തെരുവുകളിൽ ഈ പൊരിവെയിലും പെരുമഴയും ഒക്കെ കൊണ്ട് കേരളത്തിൻ്റെ കോവിഡ് പ്രതിരോധത്തിന് വേണ്ടി ചാവേറുകളെ പോലെ പണിയെടുത്ത ഈ മനുഷ്യർ അവരുടെ അതൊക്കെ അന്ന് ചെയ്തു. പക്ഷേ ഇപ്പോൾ ദേശീയ ഗൈഡ് ലൈനിൽ പറയുന്നതിനേക്കാൾ കൂടുതൽ ജോലി കേരളത്തിലെ ആശമാർക്ക് ചെയ്യേണ്ടി വരുന്നില്ല എന്നാണ് മന്ത്രി പറഞ്ഞത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.